ഹലോ, എല്ലാവർക്കും ഹെയർ കെയർ ചലഞ്ചിൻ്റെ ഡേ 5ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഫസ്റ്റ് ഇൻട്രോ കുഞ്ഞിപ്പെണ്ണാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഹെയർ പാക്കൊക്കെ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആൾ ഉറക്കം എണീറ്റത്. അപ്പം ഞങ്ങൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പം നമുക്ക് ഡേ 4ൻ്റെ നൈറ്റ് തൊട്ട് തുടങ്ങാം. അപ്പോൾ എല്ലാ വീഡിയോസിലും കാണിക്കുന്ന പോലെ പറയുന്ന പോലെ തന്നെ ഇന്നത്തെ ദിവസം വെറുതെ നമ്മൾ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞതേ ഉള്ളൂ. ഷാമ്പുവും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല, ഹെയർ പാക്സും ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇന്ന് ഒന്നും ചെയ്യാത്തൊരു ദിവസമാണ് കേട്ടോ. അതായത് നിങ്ങൾ കറിവേപ്പില അഴിക്കുക, അതുപോലെ തന്നെ മോര് കുടിക്കുക, പിന്നെ ഇൻവേർഷൻ മെത്തേഡ് ചെയ്യുക, തലേന്ന് അതായത് തലേ ദിവസം രാത്രിയിൽ ഓയിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ ഒരു ഡേയിൽ, വേറെ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പോൾ നൈറ്റ് നമ്മൾ മുടിയൊക്കെ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് കൈകൊണ്ട് മാത്രം ജട കളയുക ആദ്യം. അത് കഴിഞ്ഞിട്ട് ജടയൊക്കെ നന്നായിട്ട് കളഞ്ഞ ശേഷം നമ്മൾ കോമ്പ് വെച്ചിട്ട് നന്നായിട്ട് ചീകിയെടുക്കുക കേട്ടോ. അപ്പം എൻ്റെ ആ ഒരു ഹെയർ ഫോൾ ആദ്യത്തെ ദിവസം എത്രത്തോളം കുറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം തന്നെ ഇപ്പോഴും അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലും എനിക്ക് മുടി കൊഴിയുന്നുള്ളൂ കേട്ടോ. ആ ഒരു ആദ്യത്തെ ഹെയർ ഫോളിൽ നിന്ന് ഒത്തിരി മാറ്റം, അതായത് അന്നത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഹെയർ ഫോള് തീരെ കുറവാണെന്ന് വേണം പറയാൻ. അപ്പോൾ അത്രത്തോളം മാറ്റം ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പം തൊട്ട് കിട്ടിയിട്ടോ. അപ്പോൾ ഹെയറിൽ നന്നായിട്ട് ഓയിലൊക്കെ ചെയ്ത ശേഷം ഞാൻ ബാക്കി ഉണ്ടായിരുന്നത് പുരികത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുരികം നന്നായിട്ട് വളരാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നൈറ്റ് നമ്മൾ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് പുരികത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ പുരികവും കൂടി നന്നായിട്ട് തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മുടി നന്നായിട്ട് ചീകി പിന്നെ കെട്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. ഈ ഒരു ഹെയർ പാക്ക് ഞാൻ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കി എടുക്കുന്നതെന്ന് ആദ്യം നോക്കാം. അപ്പോൾ ഒരു 1.5 ഗ്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം വയ്ക്കാം. അതിലേക്ക് 2 സ്പൂൺ തേയിലപ്പൊടിയും അതുപോലെ തന്നെ 1 സ്പൂൺ കോഫി പൗഡറുമാണ് കേട്ടോ. 2 സ്പൂൺ തേയിലപ്പൊടിയും 1 സ്പൂൺ കോഫി പൗഡറുമാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെക്കണം. അത് കുറച്ച് നേരം, അതായത് കുറച്ച് നേരം ആ ഒരു തേയിലപ്പൊടിയുടെയും കോഫി പൗഡറിൻ്റെയും ഒക്കെ ആ ഒരു കളർ അതിലേക്ക് ഇറങ്ങുന്നതിനായിട്ട് കുറച്ച് നേരം അതൊന്ന് അങ്ങനെ തന്നെ നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പാക്കിന് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണെന്ന് നോക്കാം കേട്ടോ. അപ്പം ആദ്യം ഞാൻ എടുത്തത് ഹെന്ന പൗഡറാണ്, അതായത് മൈലാഞ്ചിപ്പൊടി. അപ്പോൾ മൈലാഞ്ചിപ്പൊടി നിങ്ങളുടെ ഹെയറിന് എന്തോരം വേണോ ആ ഒരു അളവിന് എടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് എടുത്തത് നീം പൗഡറാണ്, അതൊരു വലിയൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് ഹിബിസ്കസ് പൗഡറാണ്, അതായത് ചെമ്പരത്തി പൂവിൻ്റെ ഒരു പൗഡറാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ പച്ചിലകളായിട്ട്, അതായത് ഇപ്പം മൈലാഞ്ചിയുടെ ഇലയാണുള്ളത്, അതുപോലെ തന്നെ ചെമ്പരത്തി പൂവ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രഷായിട്ട് എടുക്കാനുണ്ടെങ്കിൽ അതെടുത്തിട്ട് അരച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമെന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് എടുക്കുന്നത് ബീട്രൂട്ടിൻ്റെ പൗഡറാണ്, അതും 1 സ്പൂണാണ് കേട്ടോ. അപ്പം നമ്മൾ ഹെന്ന മാത്രമാണ് നമ്മുടെ മുടിക്ക് എന്തോരം ആവശ്യമാണോ അതൊരു 3 സ്പൂൺ 4 സ്പൂൺ വരെയൊക്കെ എടുക്കാം. ഇപ്പോൾ ഒത്തിരി മുടിയുള്ളവർക്കാണെങ്കിൽ ഒരു 4 സ്പൂൺ വരെയൊക്കെ എടുക്കാം കേട്ടോ. ബാക്കിയെല്ലാം, അതായത് നീം പൗഡറും ഹിബിസ്കസ് പൗഡറും ബീട്രൂട്ട് പൗഡറും ഒക്കെ ഓരോ സ്പൂൺ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പൗഡേഴ്സ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു വെള്ളം തയ്യാറായിട്ടുണ്ടാകും. അപ്പോൾ അത് നല്ല ചൂടോടുകൂടി നമുക്ക് ഈ ഒരു പൗഡേഴ്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള പാകത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിത് നൈറ്റ് തന്നെ തയ്യാറാക്കി വെക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം എൻ്റെ ഫോണിൻ്റെ ചാർജ് ഫുള്ളായി തീർന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയമായപ്പോഴത്തേക്കും. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ദിവസം
ഇത് ഉണ്ടാക്കി വെച്ചില്ല കേട്ടോ. പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ എണീറ്റിട്ട് ഇപ്പം ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തലേ ദിവസം രാത്രിയിൽ തന്നെ ഇത് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിലാണ് കുറച്ചും കൂടി ആ ഒരു നമ്മുടെ ഹെയർ പാക്ക് സെറ്റ് ആകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മൈലാഞ്ചി പൊടിയും അതുപോലെ തന്നെ വേപ്പിലപ്പൊടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ മാക്സിമം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ അത് പ്രത്യേകിച്ച് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക കേട്ടോ വാങ്ങുമ്പോൾ. അല്ലാതെ നിങ്ങൾക്ക് ഫ്രഷായിട്ട് ഇതൊക്കെ കിട്ടുവാണെങ്കിൽ അത് തന്നെയാണ് കേട്ടോ ഏറ്റവും സൂപ്പർ എന്ന് പറയുന്നത്. അവ എടുത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഈ ഒരു വെള്ളവും കൂടി ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് അരച്ചിട്ട് എടുത്താൽ മതി കേട്ടോ, ഫ്രഷായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ. അപ്പം ഞാൻ ഈ ഒരു ടൈമിലാണ് ഇൻവേർഷൻ മെത്തേഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സമയമുള്ളപ്പോഴേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ മുടിത്തുമ്പിലേക്കൊക്കെ ഓയിൽ വെച്ച് കൊടുക്കണമുണ്ട്. എൻ്റെത് അത്ര ഡ്രൈ അല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓയിലൊന്നും യൂസ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹെയറിൽ ഫുള്ളായിട്ട് ആദ്യം സ്കാൽപ്പിൽ നന്നായിട്ട് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ബാക്കി ഉണ്ടെങ്കിൽ ലെങ്തിലേക്കും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ നമ്മൾ ആഡ് ചെയ്തേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടി വളർച്ചയ്ക്ക്, മുടി കൊഴിച്ചിലിന്, ഡാൻഡ്രഫിന്, മുടി കളറ് കൊടുക്കാനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഡാൻഡ്രഫ് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ ഈ ഒരു പാക്ക് സഹായിക്കും. ഒത്തിരി ഉണ്ടെങ്കിൽ അത് ഒരു 2-3 തവണ ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതാണ് കേട്ടോ. അല്ലാത്ത പക്ഷം ഒറ്റ തവണ യൂസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ ഡാൻഡ്രഫ് നന്നായിട്ട് പോകുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഗ്യാരണ്ടി. എനിക്ക് എപ്പം ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ ഉണ്ടായാലും ഈ ഒരു പാക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു പാക്കിൽ നമ്മളുടെ മുടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഉണ്ടെന്ന് പറയാം. എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ മുടിക്ക് ഒരു കളറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ, മുടി നന്നായിട്ട് ഷൈനിങ് ആകാനും ഒക്കെ നാച്ചുറലി നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു ഹെയർ പാക്കാണ് കേട്ടോ ഈ ഒരു ഹെന്ന പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം മുടി വളർച്ചയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലായിടത്തും ഞാനിപ്പം പാക്ക് ഫുള്ളായിട്ട് ലെങ്തിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ പാക്ക് കുറച്ച് കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ലെങ്തിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളതും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ലെങ്തിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ ഫുള്ളായിട്ട് മുടിയുടെ ലെങ്തിലേക്കും സ്കാൽപ്പിലും ഫുള്ളായിട്ട് മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ഒരു മണിക്കൂർ വരെ വെച്ചിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തണുപ്പിൻ്റെ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ, ഒരുപാട് നേരം വെച്ചിരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങളുടെ അതിനനുസരിച്ചിട്ട് സമയം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം കേട്ടോ. അപ്പം പാക്ക് ഫുള്ളായി അപ്ലൈ ചെയ്തതിന് ശേഷം മുടിയൊന്ന് പൊതിഞ്ഞ് വയ്ക്കുക. ഒരു പ്ലാസ്റ്റിക് കവറുണ്ട്. അപ്പം നമുക്ക് നാളെ കാണാം. നാളത്തെ ദിവസം വീഡിയോ ഉണ്ട്. അപ്പോൾ ഈ ഒരു പാക്ക് എല്ലാവരും ചെയ്ത് നോക്കുക. ടാറ്റാ, ബൈ ബൈ.